മലയാള ക്രൈസ്തവ ആത്മീയതയ്ക്ക് വരികളുടെ വസന്തം സമ്മാനിച്ച പ്രിയ വചനപ്രഘോഷകൻ ഇനി നിത്യതയുടെ സംഗീതത്തിലേക്ക്. 5 പതിറ്റാണ്ടുകാലം തൻ്റെ തൂലികയിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ വിത്തുകൾ പാകിയ വന്യവൈദികനും പ്രശസ്ത ഗാനരചയിതാവുമായ സാഹിത്യകാരനുമായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ മലയാളിയുടെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിന് മരണമില്ല. മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ്റെ പാട്ട് പാടാത്ത ഒരു ദിവസം പോലും മലയാളികൾക്ക് കടന്നുപോകില്ല. ദേവാലയത്തിലോ കുടുംബ പ്രാർത്ഥനകളിലോ ഒന്നുമല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ടായി സ്വയമേ നമ്മൾ പാടുന്ന പല ഗാനങ്ങളും അത് പനച്ചിക്കൽ അച്ഛൻ രചിച്ച ഗാനമാണെന്ന് ഒരുപക്ഷെ നമ്മൾ പോലും അറിഞ്ഞു കാണില്ല. അത്രമേൽ അനശ്വരമാണ് അച്ഛൻ്റെ ഓരോ ഗാനങ്ങളും. നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ തുടങ്ങി തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ തന്നാലും നാഥ ആത്മാവിനെ ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം. ആത്മാവിൻ ആഴങ്ങളിൽ താരിളമ്മയിൽ മിശിഹ, ശ്യാമാംബരത്തിൻ്റെ സൗന്ദര്യമായി നീ, മേലെ മാനത്തെ ഈശോയെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീരില്ല. ഈ ഗാനങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു കുളിർമയാണ്. അതാണ് പനച്ചിക്കലച്ചൻ്റെ രചനയുടെ മാന്ത്രിക സ്പർശം. 77 വയസ്സുവരെ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ 50 വർഷം കൊണ്ട് 700-ൽ പരം ഗാനങ്ങൾ രചിക്കുന്നു. അതിൽ 500ഓളം ഗാനങ്ങൾ ഇന്നും മലയാളികൾ ഏറ്റുപാടുന്ന അനശ്വര ഗാനങ്ങളുടെ പട്ടികയിലുണ്ട് എന്നതാണ് അച്ഛൻ്റെ വരികളിലെ സ്വർഗീയ സ്പർശനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ആദ്യ ഗാനത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പനച്ചിക്കലച്ചൻ ഇന്ന് നിത്യത തീർക്കുന്ന നിമിഷങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതെ, ദൈവത്തോടൊപ്പം നിത്യതയിൽ. പനച്ചിക്കലച്ചൻ്റെ അനശ്വര ഗാനങ്ങളിലൂടെ ഒരു യാത്രയാണിത്. ദൈവത്തിൻ്റെ കൈകളുള്ള പനച്ചിക്കലച്ചൻ. മലയാള ക്രിസ്തീയ ഭക്തിഗാനത്തിൻ്റെ സുവർണ അധ്യായമായിരുന്നു അച്ഛൻ്റെ വരികളിൽ പിറന്ന നിത്യത തീർക്കുന്ന നിമിഷങ്ങളിൽ എന്ന അനശ്വര ഗാനം. 1977-ൽ അച്ഛൻ ആദ്യമായി പുറത്തിറക്കിയ ഈ ഗാനം പിൽക്കാലത്ത് ഭക്തിഗാന ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവമായി മാറുകയായിരുന്നു. ഗാനഗന്ധർവൻ KJ യേശുദാസിൻ്റെ ദിവ്യമായ ശബ്ദം കൂടിയായപ്പോൾ ഈ ഗാനം ആത്മീയതയുടെ പരകോടിയായി മാറി. മറ്റൊരാൾ പാടിയ ഈ ഗാനം കേട്ട യേശുദാസ് ഈ ഗാനം ഇങ്ങനെ പാടിയാൽ പോരാ എന്ന് പറഞ്ഞ് സ്വയം ചോദിച്ച് പാടിയതും കൂടിയാണ് ഈ ഗാനം. ഇന്ന് പനച്ചിക്കലച്ചൻ നിത്യതയിൽ സ്വർഗത്തിലായിരിക്കുമ്പോൾ വിശ്വാസികളുടെ ചുണ്ടുകളിൽ ഭക്തിയുടെ അനുഭൂതി പകരുന്ന ഗാനങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിന്ന് പകർത്തുന്നത് പോലെ എഴുതിയ പാട്ട്. ദൈവത്തിൻ്റെ പറഞ്ഞു തന്നതാണ്. തമ്പുരാൻ പറഞ്ഞു തന്ന എഴുതിയ പോലെ ഓർമ്മയിൽ നിന്ന് പകർത്തുന്ന പോലെ എഴുതുക. അങ്ങനെ ആ പാട്ട് എഴുതി കഴിഞ്ഞ് വീണ്ടും ആബേലച്ചൻ്റെ അടുത്ത് തന്നെ ചെന്നു. കാരണം ആബേലച്ചനോടുള്ള ആദരം അത്രയ്ക്കായതുകൊണ്ട് ആബേലച്ചൻ പറഞ്ഞു, ഇതാരെഴുതിയതാണെങ്കിലും അതിനകത്തൊന്നും ചെയ്യാനില്ല, തൊടാനില്ല. അങ്ങനെയാണ് മലയാളത്തിൻ്റെ മഹാഗായകൻ, ഗന്ധർവ ഗായകൻ അത് ആലപിക്കുകയും ചെയ്തു. അതിനൊരു നിമിത്തമുണ്ട്. CAC-യിലാണ് ഈ പാട്ട് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത്. ആരാ മ്യൂസിക് കൊടുത്താരാ? മ്യൂസിക് കൊടുത്ത ജോബ് ആൻഡ് ജോർജ് എന്ന് പറയുന്നത്.
വലിയ പ്രതിഭകളാണ്. വലിയ സംഗീത പ്രതിഭകൾ. അതെ. നെല്ലിയാമ്പൽ കടലിൽ അങ്ങനെ കടലിൽ അരയ്ക്ക് വെള്ളമൊക്കെ ചെയ്ത അല്ലേ? അപ്പോൾ അവരിത് ചെയ്തു. അന്നത്തെ ഒരു ഗായകൻ അത് പാടി, സാധാ ഗായകൻ, ആരാന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. അത് പാടിക്കഴിഞ്ഞ് ആ ഇടയ്ക്കൊക്കെ ദാസേട്ടൻ അതിൽ വരുമായിരുന്നു. ഒരു ദിവസം അവിടെ വന്നപ്പം പുതിയൊരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് കേൾപ്പിച്ചു. മൈക്കിൾ പനക്കൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്. ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. അദ്ദേഹം മൈക്കിൾ പനക്കലാണ്, ഞാൻ മൈക്കിൾ പനച്ചിക്കലാണ്. അങ്ങനെ CSCയിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. CSCയിൽ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ദാസേട്ടൻ അതിൽ വന്നപ്പം മൈക്കിൾ പനക്കലച്ചൻ അദ്ദേഹത്തെ കേൾപ്പിച്ചു. ഞങ്ങളൊരു പുതിയ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ദാസപ്പൻ എന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, ഇത്ര നല്ലൊരു പാട്ട് ഇങ്ങനെയൊക്കെ പാടിയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം മൈക്കിളച്ചൻ പറഞ്ഞു, അതിനെന്നാ, ദാസന് പാടാമല്ലോ അത്. അങ്ങനെയാണ് അത് യേശുദാസ് സാറ് പാടാനായിട്ട് ഇടയായത്. അച്ഛൻ്റെ ആദ്യത്തെ പാട്ട് അല്ലേ? ആദ്യത്തെ പാട്ട് യേശുദാസനെ പാടി. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, അവസരം കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ അറിയാതെ ഞാനൊരു പാട്ടെഴുത്തുകാരനായി മാറി. നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ. തലമുറകൾ കൈമാറി വന്നിട്ടും മലയാളി മനസ്സുകളിൽ ഇന്നും അലയടിക്കുന്ന കാലത്തെ അതിജീവിച്ച ഗാനമാണ് മൈക്കിളച്ചൻ രചിച്ച തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ് എനിക്ക് എന്തിനു നാഥ എന്ന പ്രാർത്ഥനാ ഗാനം. ആ ഗാനം എഴുതാൻ ഒരു പ്രത്യേക കാരണവുമുണ്ടായിരുന്നു. അച്ഛൻ എഴുതിയ ഈ ഗാനം നമുക്കൊക്കെ വലിയൊരു ആഴമേറിയ ആത്മീയ ദർശനമാണ് ഈ വരികളിലൂടെ തന്നെ അച്ഛൻ പകർന്നു നൽകിയത്. ആരംഭകാലത്ത് എല്ലാവരോടും കൈ തുറന്നു പിടിക്കാനും കൈ ഉയർത്താനും കൈ വീശാനും ഒക്കെ പറയും. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് അതിനുള്ള ഒരു റെഡിനെസ് അല്ലെങ്കിൽ അതിനുള്ള പരിചയമില്ല. അപ്പം അതുകൊണ്ട് എന്നാ പറഞ്ഞാലും അവർ ഉറക്കെ സ്തുതിക്കുകയോ കൈ കൊട്ടുകയോ കൈ ചലിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആഹ്വാനം ചെയ്തപ്പോൾ നിങ്ങൾ കൈ ഉയർത്തി വീശി കർത്താവിനെ സ്തുതിക്കാൻ പറഞ്ഞേ. അപ്പം അങ്ങനെ നല്ല ആരോഗ്യവാന്മാരൊക്കെ കൈകെട്ടി നിൽക്കുക. അപ്പം ഞാൻ കാണുന്നു അറ്റുപോയ കൈപ്പത്തിയുള്ള ഒരാൾ ആ ഉള്ള കൈകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പാടുക വീശിക്കൊണ്ടേ. അപ്പം എന്നെ വല്ലാതെ സ്പർശിച്ചു. അപ്പോൾ കൈപ്പത്തി ഇല്ലാത്ത ഒരാൾ സാധാരണ ഇതിൽ അറിയണ്ടെന്ന് വിചാരിച്ച് ഒളിച്ചു വെക്കുകയല്ലേ ഉള്ളൂ. പക്ഷെ ആ വ്യക്തി തനിക്കുള്ള കൈപ്പത്തി അല്ലെങ്കിൽ കൈപ്പത്തി പോയതിന് ബാക്കിയുള്ള കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, ഇത്രയും ആരോഗ്യന്മാർ, കൈയെല്ലാം ഉള്ളവർ, എല്ലാ അംഗവും പ്രവർത്തിക്കുന്നവർ ഇതൊന്ന് എടുത്തൊന്ന് വീശി കർത്താവിനെ ആരാധിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് പിന്നീട് ഞാൻ തിരിച്ചു വന്നപ്പോഴും ഈ ചിത്രം എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഈ ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഓർത്തു, എന്തുമാത്രം കർത്താവ് കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്. അതൊന്നും എടുത്ത് പ്രയോഗിക്കാതിരിക്കുമ്പോൾ ഞാനും അതല്ല ചെയ്യുന്നത്. പിന്നീട് ഇത് പാട്ടായിട്ട് വന്നപ്പം എൻ്റെ ഡയറിയിൽ കാണാം പലപ്പോഴും 2 വരിയും 4 വരിയൊക്കെയുള്ള ഒത്തിരി പാട്ടുകൾ എടുക്കും. അപ്പം അങ്ങനെ ഒരു 2 വരി പാട്ടായിട്ട് എൻ്റെ ഡയറിയിൽ ഞാൻ അന്ന് കുറിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി വീശാത്ത കൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് കവിതയൊന്നുമില്ല. അപ്പോൾ ആ കവിത വരാൻ വേണ്ടി അതിനെ ഒന്ന് പരിഷ്കരിച്ചു. അപ്പം മിണ്ടാതിരിക്കുന്നവരുണ്ടല്ലോ, ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ മിണ്ടാൻ പറ്റാതെ മരവിച്ച് നിൽക്കുന്നവരുണ്ട്.
അപ്പോൾ അതിനെ ഞാനിങ്ങ് എടുത്തു. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവ് എനിക്കെന്തിന് നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ഏകദേശം 2000-ൽ രചിക്കപ്പെട്ട താരിളമ്മയിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു നിന്നു എന്ന ഗാനം ഇന്നും പതിനായിരങ്ങളെയാണ് ആത്മീയതയിലേക്ക് വഴി നടത്തുന്നത്. സണ്ണി സ്റ്റീഫൻ തന്നെയാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ഗാനത്തിന് വേണ്ടി ആദ്യം മറ്റൊരാൾ എഴുതിയ വരികൾ മാറ്റിയാണ് അച്ഛൻ പുതിയ വരികൾ എഴുതിയത്. സംഗീതം കേട്ടപ്പോൾ തന്നെ ബൈബിളിലെ പത്രോസിന്റെ ചിത്രവും കോഴി കൂവുന്നതിൻ്റെ ശബ്ദവും കേട്ടു എന്നാണ് അച്ഛൻ പറയുന്നത്. ഈ ഗാനം പ്രശസ്ത ഗായകരായ KJ യേശുദാസും S ജാനകിയും പാടിയിട്ടുണ്ട്. ആദ്യം ജാനകി അമ്മയാണ് ഈ ഗാനം ആലപിച്ചത്. അതായത് ഈശോ യാതൊരു പാപവും ഇല്ലാത്ത, പാപത്തിന് നിഴൽ പോലും വീശാത്ത ഈശോയെ താരിളം മെയ് എന്ന് പറയുമ്പോൾ താരുപോലെ ഇളം മെയ്യ്, താരിളം മെയ്യിൽ മിശിഹ രുധിരം ചൊരിഞ്ഞു, ചോര ചൊരിഞ്ഞു നിൽക്കുക. അതെ, രുധിരം എന്നൊക്കെ പറയുമ്പോൾ ഒഴുകി ഇറങ്ങുന്ന ചോരയാണ്, അല്ലാതെ എവിടെയും കട്ടപിടിച്ചെടുക്കുന്ന ചോരയല്ല. ജീവനുള്ള രക്തം ഇങ്ങനെ ഒഴുകി വരുന്ന. ദൂരെയായി തീയും കാഞ്ഞ് നിർദ്ദയം ശമയോൻ നിന്നു. പോട്ട വചന ശുശ്രൂഷ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാപിക്കുമ്പോൾ അനുതാപത്തിലേക്ക് കടന്നു വരുന്നവർക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ മൈക്കിളച്ചൻ എഴുതിയ വരികളാണ് അനന്തസ്നേഹത്തിൻ ആശ്രയം തേടി എന്ന ഗാനം. 3 വരികൾക്കുള്ളിൽ തന്നെ ധൂർത്തപുത്രന്റെ ഉപമയെ പാട്ട് കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. 1984 ഞാൻ പോട്ട ആശ്രമത്തിൽ നിയമിതനായത്. ആ കാലത്ത് പോപ്പുലർ മിഷൻ എന്ന ധ്യാന സമ്പ്രദായം
വളരെ സജീവമായിരുന്നു. ഞാൻ അതിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. ആ കാലത്ത് എഴുതിയ ഒരു പാട്ടാണ്, ധൂർത്തപുത്രൻ്റെ ഉപമയെ അതിജീവിച്ചെഴുതിയ ഒരു പാട്ടാണ് വരികയാണെന്ന് ഞാൻ നാഥ നിൻ്റെ തിരുസന്നിധാനത്തിനരികെ. അപ്പോൾ ആ പാട്ട് ആ കാലത്ത് പോപ്പുലർ മിഷന് ധാരാളം ഉപയോഗിക്കുകയും അത് വളരെ ഹൃദ്യമായി തീരുകയും അനുഭവം ഉണ്ടാക്കുകയും ചെയ്തു. 89 അല്ലെങ്കിൽ 90 പോട്ട ശുശ്രൂഷ ഡിവൈനിലേക്ക് വ്യാപിച്ചു. അങ്ങനെ ഡിവൈനിലേക്ക് വ്യാപിക്കുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ അനുതാപവും മാനസാന്തരമൊക്കെ അനുഭവിക്കുക, അത് ധ്യാനത്തിലെ ഒരു വലിയ അനുഭവമായിരുന്നു. അപ്പോൾ അനുതാപത്തിലേക്ക് കടന്നു വരുന്നവർക്ക് പാടാൻ, കണ്ണു നിറഞ്ഞു പാടാൻ ഒരു ഗാനം ആവശ്യമാണെന്ന് അന്നേ തോന്നിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 90കളുടെ ആരംഭത്തിൽ നമുക്കറിയാം ഫോട്ട ശുശ്രൂഷയും ശക്തിപ്പെട്ടു, അതുപോലെ കരിസ്മാറ്റിക് ധ്യാന രീതികളും പ്രബലമായി. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെയൊരു ഗാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി എഴുതിയ ഒരു പാട്ടാണിത്. അനന്തസ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവൻ ഒരു നാൾ തിരിച്ചു വന്നു. ആ 3 വരികളിൽ ധൂർത്തപുത്രൻ്റെ ഉപമ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. ആ 3 വരികളിൽ പെട്ടെന്ന് നമുക്ക് ആ ഉപമ മുഴുവനും മനസ്സിലേക്ക് വരുമല്ലോ. അതെ. അപ്പം അങ്ങനെ അതിൻ്റെ പല്ലവി എന്ന് പറയുന്നത് ധൂർത്തപുത്രൻ്റെ ഉപമയെ പാട്ട് കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന വരികളാണ്. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കുകയായിരുന്നു. ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കുകയായിരുന്നു. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. നാം എല്ലാവരും വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെയാണ് ഈശോയെ കാണുന്നത്. ദർശനത്തിലൂടെ എന്ന പോലെ ഈശോയുടെ മാധുര്യമേറിയ തിരുമുഖം ആദ്യമായി കാണാൻ അനുഗ്രഹം ലഭിച്ചപ്പോൾ അച്ഛൻ എഴുതിയ വരികളാണ് ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു എന്ന ഗാനം. വെറുമൊരു ഭാവനയ്ക്കപ്പുറം തനിക്ക് ലഭിച്ച ആഴമേറിയ ആത്മീയ ദർശനത്തെയും ഈശോയോടുള്ള അടങ്ങാത്ത സ്നേഹത്തെയും വിശ്വാസികൾക്കായി വരികളിലേക്ക് പകർത്തി വയ്ക്കുകയായിരുന്നു അദ്ദേഹം. ഈശോയുടെ തിരുമുഖം കണ്ട ആ ഒരു നിമിഷത്തിൻ്റെ
ധന്യതയും ആനന്ദവും ഇന്നും ഈ ഗാനത്തിലൂടെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് ആശ്വാസവും പ്രത്യാശയും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു, ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. അവൻ എന്നോടു തൻ സ്നേഹമില്ല ഒരു നോക്കാലെയുള്ളിൽ പറഞ്ഞു. സ്തുതി പാടുന്നു ഞാൻ നിന്റെ മുൻപിൽ, ഒരു നിമിഷം ഞാൻ കൊതി തീരെ തിരുമുഖം കണ്ടു, ഇതുവരെ അറിയാത്ത നിർവൃതിയിൽ മതിവരെ നിന്നു. ആത്മാവിൻ ആഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യസ്നേഹം എന്ന മലയാളികൾ മറക്കാത്ത മനോഹര ഗാനം അച്ഛൻ്റെ രചനയിലെ അത്ഭുത സൃഷ്ടിയാണ്. അനുഗ്രഹീതനായ സംഗീത സംവിധായകൻ സണ്ണി സ്റ്റീഫൻ കൂടെ തയ്യാറാക്കിയ ഈ ഗാനത്തിൻ്റെ രചനയുടെ സമയത്ത് ആത്മാവിലുണ്ടായ അനുഭവങ്ങളെയാണ് അച്ഛൻ വരികളാക്കിയത്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈശോ അച്ഛനെ ചേർത്ത് പിടിച്ച് സാരമില്ലെന്ന് പറഞ്ഞ ആ ആത്മീയ അനുഭൂതിയെയാണ് അച്ഛൻ ഈ ഗാനത്തിൽ ചേർത്തിരിക്കുന്നത്. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി എൻ്റെ ഈശോയേ. രുധിരം കലർന്ന നിന്റെ കരുണ കടാക്ഷമൊന്നിൻ ഹൃദയം കവർന്നതല്ലേ ഇന്നീ ആനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി എൻ്റെ ഈശോയേ. ലക്ഷക്കണക്കിന് ക്രൈസ്തവർ തങ്ങളുടെ പ്രഭാതങ്ങൾ ദൈവസാന്നിധ്യത്തിൽ ആരംഭിക്കാൻ ഇന്നും കേൾക്കുന്ന ഒരു ഗാനമാണ് അച്ഛൻ രചിച്ച പ്രഭാതത്തിൽ എന്നെ സമർപ്പിച്ചു നാഥ എന്ന ഗാനം. ഒരു വിശ്വാസി പ്രഭാതത്തിൽ തന്നെ തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നത് അനുസ്മരിപ്പിക്കുന്ന ഈ ഗാനം 1992 അച്ഛൻ എഴുതുന്നത്. ദൈവത്തെ വാഴ്ത്തിപ്പാടുന്ന ഈ ഗാനം ദൈവമനുഷ്യ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഇതാ ഇന്നു നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. വിശുദ്ധ കുർബാനയിൽ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മൾ ആവർത്തിച്ചു പാടുന്ന തൃക്കൈകളിൽ പൂജ്യ പാദങ്ങളിൽ എന്ന മനോഹര ഗാനം അച്ഛൻ്റെ സംഭാവനയാണ്. ഈശോ തൻ്റെ ജീവൻ തന്ന പോലെ നമ്മളെ തന്നെയും സമർപ്പിക്കുന്നതാണ് ഈ ഗാനം. തൃക്കൈകളിൽ എന്ന ആൽബത്തിന് വേണ്ടി ആ വാക്കിൽ തുടങ്ങുന്ന ഒരു പാട്ട് എഴുതാൻ ഒരു വൈദികൻ പറഞ്ഞതിനെ തുടർന്നാണ് അച്ഛൻ ഈ ഗാനം എഴുതുന്നത്. ഞാനൊരു ദിവസം തൊടുപുഴയുള്ള നാദോപാസനയുടെ ഓഫീസിൽ ചെന്നു. അപ്പോൾ ഉരുളിയാനി കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ പനശ്ശിക്ലേസിനെ ഒന്ന് കാണാനായിട്ടിരിക്കുമായിരുന്നു, എനിക്കൊരു പാട്ട് വേണം, പിന്നെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു,
തൃക്കൈകളിൽ എന്ന് വേണം ആ പാട്ട് തുടങ്ങാൻ. അപ്പം ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ? അപ്പം അദ്ദേഹം പറഞ്ഞത്, തൃക്കൈകളിൽ എന്ന പേര് ഞാൻ ആൽബത്തിനിട്ട് കഴിഞ്ഞു. അപ്പം അച്ഛൻ്റെ പാട്ടാകുമ്പോൾ പ്രമുഖമായൊരു പാട്ടായി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇട്ട സ്ഥിതിക്ക് അങ്ങനെ ഒരു പാട്ട് വേണം. അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇപ്പം തന്നെ ഞാൻ ചാപ്പലിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു കടലാസം മേടിച്ച് ഞാൻ ജ്യോതി നിവാസിൽ ചാപ്പലിലിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഈ പാട്ട് എഴുതാനായിട്ട് സാധിച്ചു. പിന്നെ അത് അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം അച്ഛന് വളരെ സന്തോഷമായി. അച്ഛൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്തൊന്നും മാറ്റാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. കാരണം അതിനകത്തെ ആ ചിത്രം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ആ സമർപ്പണത്തോട് എങ്ങനെ ഞാനും ചേർന്ന് നിന്ന് ദൈവജനത്തിന് വേണ്ടി സമർപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. അങ്ങനെ നിൻ ജീവനിൽ ദിവ്യവിരുന്നാകുവാൻ പൊടിയെന്ന് ഞാനും ബലിവേദിയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോ തന്നെ പൊടിച്ച് തകർത്ത് അപ്പമായി തീർന്നു എനിക്ക് ഭക്ഷിക്കാൻ വേണ്ടി. അതുപോലെ എൻ്റെ ത്യാഗവും ഈശോയുടെ ത്യാഗത്തോട് ചേർത്ത് വെക്കണം. ത്യാഗത്തിലൊരു മനുഷ്യൻ പൊടിയുകയാണല്ലോ. അങ്ങനെ ഈശോയോട് ചേർത്ത് വെക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ എൻ്റെ ത്യാഗവും കൂടി ഈശോ ഏറ്റെടുത്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ തിരുമുമ്പിലെ മെഴുതിരിയായി ഞാൻ ഉരുകുന്ന നാളം തെളിഞ്ഞിടുവാൻ. അവിടെയും പ്രകാശം പരക്കണമെങ്കിൽ നീറണം, അല്ലേ, ഉരുകണം. അപ്പോൾ അത് ഈശോയുടെ സഹനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈശോയുടെ സഹനത്തോട് എൻ്റെ സഹനത്തെ ഞാൻ ചേർത്ത് വെക്കുന്നു. അങ്ങനെ ഞാനും ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയോട് ചേർന്ന് ഉരുകി പ്രകാശിക്കുന്നു. അപ്പം എൻ്റെ ഭാഗഭാഗിത്വം ഈശോയുടെ വലിയ വേദിയിലുള്ള എൻ്റെ ഭാഗഭാഗത്ത് ഞാൻ ഉറപ്പാക്കുകയാണ് ആ രീതിയിൽ ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. തൃക്കൈകളിൽ പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം, ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. സാധാരണക്കാരന് ഈശോയുടെ പരിഹാര ബലിയെക്കുറിച്ച് തിരിച്ചറിയാൻ 2004 എഴുതിയ ഗാനമാണ് എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകിയെന്ന മനോഹര ഗാനം. ഈ ഗാനത്തിൻ്റെ 2ാമത്തെ വരി എഴുതിയത് വൈദിക വിദ്യാർത്ഥിയായിരുന്നു. ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷത്തെ മുൻനിർത്തി അച്ഛൻ രചിച്ച ഈ ഗാനം എന്നും വിശ്വാസികളെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണല്ലോ, എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. അപ്പോൾ ആ ഒരു വാക്യത്തെക്കുറിച്ച് പറയുന്നത് ബൈബിളിലെ സുവർണ വാക്യം എന്നാണ് പറയുന്നത്. കാരണം രക്ഷയുടെ സന്ദേശം അതിനകത്ത് സമഗ്രമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന യാതൊരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ അവിടുത്തെ ആ ഒരു ആശയം, മനുഷ്യന് നിത്യജീവൻ വേണമെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ജനിക്കണം. ദൈവത്തിൽ വിശ്വാസം ഇല്ലാതെ പോയതാണ് മനുഷ്യൻ്റെ പ്രശ്നം. അപ്പോൾ ദൈവത്തിൽ വിശ്വാസം ജനിക്കാൻ ദൈവം തന്നെ ഇടപെടണം. അപ്പോൾ ആ ചിന്ത കേന്ദ്രീകരിച്ചാണ് ഞാൻ ഈ പാട്ട് പിന്നീട് അങ്ങ് ചെയ്യുന്നത്.
എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെപ്പോലെ പിടഞ്ഞവനേ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. ജിനോ കുന്നംപുറത്ത് പ്രൊഡ്യൂസ് ചെയ്ത ആൽബത്തിലെ എം ജയചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച വളരെ ജനപ്രിയമായ ഒരു ഗാനമാണ് മേലേമാനത്തെ ഈശോയെ എന്ന ഒരു ക്രിസ്മസ് ഗാനം. ഭക്തിഗാനങ്ങളിൽ ലാവണ്യം എന്ന വാക്ക് അപൂർവമായി മാത്രം ഉപയോഗിക്കാറുണ്ടായിരുന്ന കാലത്ത് കാണാക്കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ എന്ന പ്രയോഗത്തെക്കുറിച്ച് അച്ഛൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. കാണാക്കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യം. റയർ പ്രയോഗമാണ്, വളരെ റയർ ആയിട്ടുള്ള പ്രയോഗമാണ്. അതിനെക്കുറിച്ചും കൊച്ചുമാത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഭക്തിഗാനത്തിൽ ഒരിക്കലും ലാവണ്യം എന്ന വാക്കാരും പ്രയോഗിക്കാൻ ധൈര്യപ്പെടുകയല്ല. അവിടെ സ്വർഗത്തിൻ സൗന്ദര്യമേന്നാണ് ആദ്യം ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഓപ്ഷനായിട്ട് ലാവണ്യമേ എന്ന് എഴുതി. അപ്പൊ ജയേന്ദ്രൻ സാർ അത് സൗന്ദര്യം നല്ലതെന്നുള്ള രീതിയിൽ സൗന്ദര്യമായെടുത്തത്. കുറച്ച് പാടിപ്പാടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ലാവണ്യമാണ് നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലാവണ്യമാണ് കുറച്ചുകൂടെ ഇണങ്ങുന്നതായിട്ട് തോന്നുന്നത്, നോക്കാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റിലാണ്, റെക്കോർഡിങ്ങിന്റെ തൊട്ടടുത്ത സമയത്താണ് സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ, പനച്ചിക്കലച്ചൻ രചിച്ച് കെ എസ് ചിത്ര ആലപിച്ച മനോഹരമായൊരു ഗാനമാണ് ആകാശങ്ങളെ താരാട്ടുപാടു എന്ന ഗാനം. അച്ഛൻ്റെ ഗാനങ്ങളിൽ ആദ്യമായി കെ എസ് ചിത്ര പാടിയ ഗാനമാണിത്. അച്ഛൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിരുന്ന വരികളായിരുന്നു ഇത്. ഈ ഘട്ടത്തില് ആകാശങ്ങളെ താരാട്ടുപാടു എന്നൊരു ഗാനമുണ്ട്. ആകാശങ്ങളെ താരാട്ടുപാടു. കെ എസ് ചിത്ര പാടിയ മനോഹരമായൊരു ഗാനം. എന്റെ ആദ്യകാല ഗാനങ്ങളിൽ പെടുന്നതാണിത്. അത് ഏത് വർഷമായിരിക്കും അച്ഛാ ആ രചനയൊക്കെ? അത് 82 82-ലാണ്. അത് അമൃതവർഷിണിയൊക്കെ ഉണ്ടായ ഉടനെ തന്നെ വന്നിട്ടുള്ളതാണ്. അതും അച്ഛൻ പണ്ടെപ്പോഴോ അതിനു മുമ്പ് പണ്ടെപ്പോഴോ എഴുതിയിട്ട ഒരു ഗാനം പിന്നീട് എടുക്കുകയാണ്. പറയാമോ, ആ വിശേഷങ്ങളൊന്ന് പറയാമോ? ഡയറിയിൽ എഴുതിയിട്ടിരുന്ന ഒരു ഗാനം എൽറിച്ച് ഐസക്സ്, പ്രസിദ്ധമായ എൽറിച്ച് ഉണ്ടല്ലോ, അവരിലെ ഇളയവനാണ്. മനോഹരമായ എന്റെ അനേകം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരാണ് അതിന്റെ സംഗീതം. അതെ അതെ. അപ്പൊ ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എനിക്ക് ആദ്യകാലങ്ങളിൽ. അതിന്റെ റെക്കോർഡിംഗ് സമയത്ത് അച്ഛനുണ്ടായിരുന്നു? റെക്കോർഡിംഗ് സമയത്ത് ഞാനില്ലായിരുന്നു. ഇല്ലായിരുന്നു. എവിടെ വെച്ചായിരുന്നു റെക്കോർഡിംഗ്? എവിടെയായിരുന്നു അത്? മദ്രാസിൽ എവിടെ വെച്ചായിരുന്നു. ചിത്ര ചേച്ചിയാണ് അത് പാടിയത്. ആകാശങ്ങളെ താരാട്ടുപാടു. എന്റെ ആദ്യമായിട്ട് ചിത്ര പാടുന്ന ഒരു പാട്ടെന്നുള്ള രീതിയിൽ. ശ്യാമാംബരത്തിലെ സൗന്ദര്യമായി നീ സൂര്യനായി വന്നു എൻ ജീവിതത്തിൽ. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ മധുരാലാപനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ മൈക്കിളച്ചൻ്റെ ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളിലേക്ക് കടന്നുവരുന്ന ആ ദൈവിക പ്രകാശത്തെക്കുറിച്ചാണ്. പ്രതിസന്ധികളുടെ കാർമേഘങ്ങൾ നമ്മുടെ ജീവിതത്തെ മൂടുമ്പോഴും
പ്രത്യാശയുടെ ഒരു ചെറിയ നൂലിഴയായി ദൈവസ്നേഹം നമ്മിലേക്ക് എത്തിക്കാൻ, ആ സ്നേഹത്തിലൂടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഒരു ദൈവരാജ്യം താമര പോലെ വിരിയിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുണ്യ സാന്നിധ്യമാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ളത്. സൗന്ദര്യമായി നീ സൂര്യനായി വന്നു ജീവിതത്തിൽ, ദുഃഖാർത്തമാമെൻ മനസ്സിൽ താമര പൂവായി വിരിയുന്നു ദൈവരാജ്യം. ശ്യാമാംബരത്തിലെ സൗന്ദര്യമായി നീ സൂര്യനായി വന്നുവെൻ ജീവിതത്തിൽ, ദുഃഖാർത്തമാമെൻ മനസ്സിൽ താമര പൂവായി വിരിയുന്നു ദൈവരാജ്യം. ദുർമോഹമെന്നെ നിലയ്ക്കാതെ ദംശിച്ചു, ആത്മാവ് മൃത്യുവിൻ പിടിയിലായി. അടുത്തതായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ആവർത്തിച്ച് ആലപിച്ചൊരു ഗാനമാണ് ആരാധിച്ചിടാം കുമ്പിട്ട് ആരാധിച്ചിടാം എന്ന ഗാനം. ഈ ഗാനം പിറന്നതിന് പിന്നിൽ ഈ ഗാനത്തിൻ്റെ സംഗീതമാണ് ആദ്യം പിറന്നത്. അതിനുശേഷം അന്ന് അമേരിക്കയിലായിരുന്ന അച്ഛനെ സംഗീത സംവിധായകൻ ഇതിൻ്റെ വരികൾക്കായി കാത്തിരിക്കുകയായിരുന്നു. അമേരിക്കയിൽ നിന്നും നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി ഒറ്റ ഇരിപ്പിൽ എഴുതി തീർത്ത വരികളായിരുന്നു ഇത്. പിന്നീട് സൂപ്പർ ഹിറ്റായി മാറിയ ആരാധിച്ചിടാം എന്ന ഗാനം. അതുപോലെ തന്നെ ആദ്യ നാളുകളിൽ കരിസ്മാറ്റിക് ശുശ്രൂഷകളിൽ നിരന്തരം ആലപിച്ചിരുന്ന തന്നാലും നാഥ ആത്മാവിനെ എന്ന ഗാനം. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ താഴെ വിളിച്ചേർക്കുന്ന ഈ ഗാനം ഈ കാലഘട്ടത്തിലും ഏവരുടെയും പ്രിയ ഗാനമായി ഇന്നും നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ പിതാവേ അനന്ത നന്മയായി തുടങ്ങി അച്ഛൻ ജീവൻ പകർന്ന 700ഓളം ഗാനങ്ങൾ വിശ്വാസി സമൂഹം ഇന്നും ഭക്തിയോടെ നെഞ്ചിലേറ്റുമ്പോൾ ആ വരികളിലൂടെ വസന്തം തീർത്ത പ്രിയ മൈക്കിളച്ചൻ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. നിത്യത തീർക്കുന്ന നിമിഷങ്ങളിലെന്ന് എഴുതിയ ഈ വന്യവൈദികൻ ഇന്ന് ആ നിത്യത പുൽകി സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ വരികൾ തലമുറകളുടെ ചുണ്ടുകളിൽ ഭക്തിയുടെയും ആശ്വാസത്തിൻ്റെയും അനുഭൂതിയായി എന്നും അലയടിച്ചുകൊണ്ടേയിരിക്കും. ആ ആത്മീയ ദീപ്തിക്ക് മുന്നിൽ പ്രണാമം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴേണം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീണാൾ വാഴേ.